ഡിയർ സ്റ്റുഡൻസ്, ഇനി ടീച്ചർ നമുക്ക് തെർമോഡൈനാമിക്സിലുള്ള 3 ടേംസും കൂടി ഇന്ന് എടുക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ 2 ടേംസ് പഠിച്ചു, സിസ്റ്റം സറൗണ്ടിങ്സ്, പിന്നെ ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് എടുക്കുന്നത്, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇതൊരു 10 പ്രാവശ്യമെങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും വളരെ സിമ്പിളും ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ദിസ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എത്ര സബ്സ്റ്റൻസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ മാസ്, വോള്യം, ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ ഇനി പഠിക്കും. എൻതാൽപ്പി എന്ന് വെച്ചാൽ എനർജി ചേഞ്ചുകളെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. എത്ര സബ്സ്റ്റൻസ് ഉണ്ടോ സിസ്റ്റത്തിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, ഇതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇത് നമുക്ക് തെറ്റിപ്പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് എന്ന് ആലോചിക്കുക. അപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോൾ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതായത് സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന പ്രോപ്പർട്ടി ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്. എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഈ ഡിഫറൻസ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് സെപ്പറേറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ 4 പ്രോപ്പർട്ടീസ് തരും, അതിനെ എക്സ്റ്റെൻസീവും ഇന്റൻസീവും ആക്കി തിരിച്ചെഴുതാനായിട്ട് പറയും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന 2 ടേംസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും. ഇനി അടുത്ത ടേംസ് ആണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് വാരിയബിൾസ്. ഈ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം സ്റ്റഡി ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, എൻതാൽപ്പി, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, വോള്യം, മാസ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ നിൽക്കുന്ന സമയത്തിനെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയും. അതായത് ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയം, അതിന് ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അപ്പൊ അത് 120 ആയി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇസ് ചേഞ്ച്ഡ്. അപ്പൊ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു എന്നാണ് പറയാ. അപ്പൊ ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മാസ്, വോളിയം, അങ്ങനത്തെ അതൊക്കെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ് പറയുക. അതായത് വലിയ പ്രോപ്പർട്ടീസ് ആണ്. അതൊക്കെ ഒരുപാട് അളവ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് മാസ്, വോളിയം, അങ്ങനെയുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അതാണ് കൂടുതലും മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്ന സമയത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയാം. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റിൽ മാസ് ഇത്രയായിരുന്നു, വോള്യം ഇത്രയായിരുന്നു, അങ്ങനെ നമ്മളിങ്ങനെ പറയും. ഫൈനൽ സ്റ്റേറ്റ് ആകുമ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യണതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഇനി എന്താണ് സ്റ്റേറ്റ് വാരിയബിൾസ്? സ്റ്റേറ്റ് വാരിയബിൾസ് അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നും പറയും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഇല്ലേ, ടെമ്പറേച്ചർ, പ്രഷർ, മാസ്, വോള്യം, അങ്ങനെയുള്ള മെഷറബിൾ പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ് വാരിയബിൾസ്. അപ്പൊ ഈ സ്റ്റേറ്റ് വാരിയബിൾസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയും. ഇനി ഈ സ്റ്റേറ്റ് വാരിയബിൾസിന് ചേഞ്ച് വരുമ്പോൾ അതിനെ നമ്മൾ പറയും സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു എന്ന് പറയും. അപ്പൊ ഇതിനെ സ്റ്റേറ്റ് വാരിയബിൾസ്, ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ സ്റ്റേറ്റ് വാരിയബിൾസ് എന്ന് പറയാൻ കാരണം വാരിയബിൾ എന്ന് വെച്ചാൽ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ സ്റ്റേറ്റ് വാരിയബിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നും പറയും. സ്റ്റേറ്റ് വാരിയബിൾസും സ്റ്റേറ്റ് ഫങ്ഷൻസും ഒന്ന് തന്നെയാണ്. സ്റ്റേറ്റ് ഫങ്ഷൻസ് നമുക്ക് ഇനിയും ഒരു ടേം ആയിട്ട് വീണ്ടും വരുന്നുണ്ട്, സ്റ്റേറ്റ് ഫങ്ഷൻസ്. അപ്പൊ ഇപ്പൊ 2 ടേംസ് ആണെന്ന് പറഞ്ഞത്, എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസും സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റവും സ്റ്റേറ്റ് വാരിയബിൾസും.